ഒറ്റ കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ ആങ്കർ പറഞ്ഞു പോലീസിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡു യു സ്റ്റിക്ക് ടു ദാറ്റ്? പറയുന്നുണ്ടോ? പോലീസിന് മൊഴി ഉണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഉറപ്പിച്ച് പറയാം. എനിക്കെതിരെ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സത്യം അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഈ ദിവസം നാളെ കൊടുപ്പിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എനിക്കെതിരെ അനന്തു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് അരുണോട് ആ സമയത്ത് ചോദിച്ചു, ആർ യു ഷുവർ? നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്ക് സ്വാഭാവികമാണ്, ഞങ്ങളുടെ റിപ്പോർട്ടറെ വെരിഫൈ ചെയ്യുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നുണ്ടോ? പോലീസിൽ എനിക്കെതിരെ മൊഴിയുണ്ട് എന്ന് അസക്തി ഇത് പറയാൻ പറ്റുമോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കി പണം മുടക്കി പൊളിറ്റിക്സ് നിൽക്കുന്ന ആളാണ്. ഏത് റിപ്പോർട്ടറാണ്? എന്താ? ദാറ്റ്സ് വൈ ഐ എം ക്വസ്റ്റനിങ് യു ആസ് എ ചാനൽ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ മൊഴിയുണ്ടെന്ന്? ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കും. നികേഷിന്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരണം. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനത്തെ ദയവ് ചെയ്ത് കാണരുത്. സ്പെസിഫിക്കായി ചോദിച്ചു, അങ്ങനെ അനന്തുവിൻ്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ. നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മൊമെൻറ്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇൻറ്റഗ്രിറ്റി? യുവർ ഇൻട്രസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനൽ ആസച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഈ മൊമെൻറ്റിൽ മാത്യു കുഴൽനാടിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനന്തുവിൻ്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കേണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും.